നമസ്കാരം. എൻ്റെ പേര് അനിൽകുമാർ. MA കോളേജിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സീനിയർ ഫാക്കൽറ്റിയാണ്. ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്യുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ലൈസൻസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഇത്തരം ജോലികളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ലൈസൻസ് ആവശ്യമാണ്. അത്തരം ലൈസൻസ് ഉള്ള ആളുകളും അതിൽ സ്കില്ല് നേടിയ ആളുകളും നമ്മുടെ നാട്ടിൽ പൊതുവെ കുറവാണ്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതോടുകൂടി അവർക്ക് ലൈസൻസ് നേടിയെടുക്കുകയും അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഉള്ള ഒരു ധാരണ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ വെറും ഒരു വീടിലെ വയറിംഗ് ജോലികൾ മാത്രമല്ല. നമ്മളൊരു നിർമ്മാണ മേഖല പരിശോധിച്ചാലോ, ഇപ്പോൾ വീടാണെങ്കിലും ഒരു ഹോസ്പിറ്റലാണെങ്കിലും ഷോപ്പിംഗ് മാളുകളാണെങ്കിലും മറ്റ് ബിൽഡിങ്ങുകളാണെങ്കിലും അവിടെയെല്ലാം ഇലക്ട്രിക്കലിന്റെ ലൈസൻസ്ഡ് ആയിട്ട് വരുന്ന ടെക്നീഷ്യന്മാരെ ഒഴിവുകൾ നമ്മുടെ നാട്ടിലും മറ്റ് മേഖലകളിലും നിരന്തരം വർദ്ധിച്ചു വരികയാണ്. അപ്പൊ അത്തരം സ്ഥാപനങ്ങളിലൊക്കെ സ്കിൽഡ് ആയിട്ടും ലൈസൻസ്ഡ് ആയിട്ടും വരുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി ഉയർന്നു വരികയാണ്. അപ്പൊ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതോടുകൂടി ഇലക്ട്രിക്കൽ സംബന്ധമായ വയറിങ്ങുകളും മോട്ടോറിന്റെ വൈൻഡിങ്ങുകളും ബേസിക് ആയിട്ട് വരുന്ന ഇലക്ട്രിസിറ്റി ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ അതുപോലുള്ള മേഖലകളിൽ ഉള്ള പ്രവൃത്തി പരിചയവും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ വർക്കുകളുമാണ് ഈ കോഴ്സുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം കോഴ്സ് പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് വരുന്ന തൊഴിൽ സാധ്യതകൾ ആദ്യം വരുന്നത് കൺസ്ട്രക്ഷൻ മേഖലകളിലാണ്. ഇലക്ട്രിക്കൽ നിർമ്മാണ മേഖലകൾ, അത് വീടുകളാവാം, ബിൽഡിങ്ങുകൾ, ഹോസ്പിറ്റലുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഫാക്ടറികൾ, അങ്ങനെയുള്ള ധാരാളം സ്ഥലങ്ങളിൽ തൊഴിലവസരങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ രണ്ടാമത്തതാണ് മെയിൻ്റനൻസ് വരുന്ന വിഭാഗങ്ങൾ. അപ്പോൾ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക്കൽ ടെക്നീഷ്യന്മാർ അവിടെ വളരെ അത്യാവശ്യമാണ്. അപ്പം അത്തരം മേഖലകളിലേക്ക് ഈ കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് തിരിഞ്ഞു പോവാം. അതല്ലെങ്കിൽ ഒരു സ്വയം സംരംഭം എന്ന നിലയ്ക്ക് ഇലക്ട്രിക്കൽ വയർമാൻ ലൈസൻസ് എടുക്കുകയും അതിനുശേഷം അവർക്ക് ഒരു നിശ്ചിത കോൺട്രാക്ടറിന്റെ കീഴിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് നേടിയ ശേഷം കോൺട്രാക്ടർ ലൈസൻസ് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോൺട്രാക്ടർ ലൈസൻസ് ലഭിക്കുന്ന ആളുകൾക്കാണ് നിലവിൽ ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലികൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുകയും സ്വയം സംരംഭം പോലെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. മറ്റൊരു അവസരം എന്ന് പറയുന്നത് PSC പോലുള്ള മത്സര പരീക്ഷകൾ എഴുതുകയും ഗവൺമെന്റ് ജോലി വേണമെങ്കിൽ ആ ഒരു മേഖലകളിലേക്ക് അവർക്ക് തിരിയുകയും ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു അവസരം എന്ന് പറയുന്നത് ഗൾഫ് പോലുള്ള വിദേശ നാടുകളിലേക്ക് തൊഴിലവസരങ്ങൾക്കും ധാരാളം സർട്ടിഫൈഡ് ഉള്ള അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ടെക്നീഷ്യന്മാരെ ഒഴിവുകൾ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അത്തരം അവസരങ്ങളിലേക്ക് മേഖലകളിലേക്ക് തിരിയുന്നതിനും ഈ കോഴ്സിലൂടെ സാധിക്കുന്നതാണ്. MA കോളേജ് വണ്ടൂരിൽ ഗൾഫ് പോലുള്ള രാജ്യങ്ങളിൽ എക്സ്പീരിയൻസ് നേടിയ ആളുകൾക്ക് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ആവശ്യമായ ഷോർട്ട് ടേം ഓൺലൈൻ കോഴ്സുകളും അതുപോലെ തന്നെ +2 കഴിഞ്ഞ ശേഷം പഠിക്കുന്നതിന് ആവശ്യമായ റെഗുലർ കോഴ്സുകളും അവൈലബിൾ ആണ്. 6 മാസം മുതൽ 2 വർഷം വരെയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. ഓൺലൈനായും ഓഫ്ലൈനായും ഇത്തരം കോഴ്സുകൾ പഠിച്ച് സർട്ടിഫൈ നേടാവുന്നതാണ്. 2 വർഷത്തെ KGCE കോഴ്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സാവുന്ന ഒരു വിദ്യാർത്ഥിക്ക് വയർമാൻ പെർമിറ്റ് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും സഹായങ്ങളും കോളേജിൽ നിന്നും ചെയ്ത് നൽകുന്നതാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന ഒരു ഫ്രഷറിന് 1.5 ലക്ഷം രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെ ശമ്പളത്തിൽ ഇന്ത്യയിൽ ജോലി ലഭിക്കുന്നു. അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് നേടിയ ഒരു നല്ലൊരു ടെക്നീഷ്യന് GCC പോലുള്ള രാജ്യങ്ങളിൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോലിയാണിത്. മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ 30 വർഷത്തോളമായി ടെക്നിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മികച്ചു നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് MBA കോളേജ് വണ്ടൂർ. ഇവിടെ മികച്ച ലാബ് സൗകര്യവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റികളുടെയും സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിലോ MBA കോളേജ് വണ്ടൂർ എന്ന വെബ്സൈറ്റിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.